നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ജനം ആവേശം കൊണ്ട് വാരിയെടുക്കുമെന്നാണ് ധനമന്ത്രി ബാലഗോപാൽ കരുതിയത്. എന്നാൽ പൂച്ചെണ്ടിന് പകരം പൂരത്തെറിവിളിയാണ് കിട്ടുന്നത്. പണ്ടത്തെ ഉഡായിപ്പൊന്നും പണ്ടേ പോലെ ഫലിക്കുന്നില്ലെന്ന് പരിഹാസം. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബജറ്റ് മാത്രമാണെന്ന് വലിയ വിമർശനം ശക്തമാകുന്നു. ബാലഗോപാല വല്ലാതങ്ങ് എണ്ണ തേപ്പിക്കാതെ എന്ന് ധനമന്ത്രിക്ക് ട്രോൾ. 10 കൊല്ലം നിങ്ങൾ ഇരുന്ന കാലത്ത് ചെറുവിരൽ പോലും അനക്കാത്ത പദ്ധതികൾ വരെ എഴുതി ചേർത്തിരിക്കുന്നു. AKG സെന്റർ എഴുതി തന്ന ബജറ്റ് വായിക്കാൻ നാണമില്ലേ എന്ന് ആക്ഷേപം. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിനെ പരിഹസിച്ച് ജോയ് മാത്യു. വോട്ട് ചുരത്താൻ കിറ്റിന്റെ സാധ്യതകൾ ഇല്ലാതായപ്പോൾ ഇനി ഒരേ ഒരു രക്ഷ ഒരിക്കലും നടപ്പിലാക്കാൻ സാധിക്കാത്ത സ്വപ്നങ്ങൾ കുത്തിനിറച്ച ബജറ്റ് മാത്രമാണെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. വല്ലാതെ എണ്ണ തേപ്പിക്കല്ലേ ബാൽഗോപാലേട്ട എന്ന് പരിഹാസത്തോടെയാണ് ജോയ് മാത്യു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. TP സെൻകുമാറും ബജറ്റിൽ മുഖ്യന്റെ നെഞ്ചത്ത് കുത്തി. മെയ് വരെ മാത്രം ആയുസ്സുള്ള പിണറായി മന്ത്രിസഭ എങ്ങനെയാണ് ഫുൾ ബജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് സെൻകുമാറിന്റെ പരിഹാസം. മുൻ DGP ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെ: കേരള ബഡ്ജറ്റ് എന്ന തട്ടിപ്പ്. വോട്ട് ഓൺ അക്കൗണ്ട് മാത്രം വേണം. മെയ് മാസം വരെ മാത്രം ആയുസ്സുള്ള പിണറായി മന്ത്രിസഭ എങ്ങനെയാണ് ഒരു ഫുൾ ബജറ്റ് അവതരിപ്പിക്കുന്നത്? കാരണം ഇതിന് യാതൊരുവിധ സാധുതയുമില്ല. കാരണം ഇലക്ഷൻ വന്ന് പുതിയ ഗവൺമെൻറ് വരുമ്പോൾ ആ പുതിയ ഗവൺമെൻറ്റിന് ഇതൊന്നും തന്നെ ബാധകമല്ല. അവർ പുതിയ ബജറ്റ് അവതരിപ്പിക്കും. അപ്പോൾ ഇതൊരു തട്ടിപ്പാണ്. വോട്ട് ഓൺ അക്കൗണ്ടാണ് വാസ്തവത്തിൽ അവതരിപ്പിക്കേണ്ടത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് ഫുൾ ബജറ്റ് അവതരിപ്പിച്ചു ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു അവസരമായിട്ട് എടുക്കുന്നത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. അതുകൊണ്ട് ഈ കേരള ബജറ്റിൽ യാതൊരുവിധ അസ്തിത്വവും കാണരുത്. ഇത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ മീഡിയ ഇതിന് കൊടുക്കുന്ന ഹൈപ്പ് വളരെ തെറ്റാണ്. അവർ കൃത്യമായി പറയുന്നില്ല ഇവിടെ ഒരു ഫുൾ ബജറ്റ് അല്ല, വോട്ട് ഓൺ അക്കൗണ്ടാണ് വേണ്ടത് എന്ന്. കാരണം ഇത് ഇലക്ഷൻ ഇയറാണ്. സർക്കാരിന് മെയ് 25 വരെയോ മറ്റോ കാലാവധിയുള്ളൂ. അതിനു മുൻപ് എങ്ങനെയാണ് അവർ അടുത്തൊരു ഫുൾ വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കുന്നത്? അത് അടുത്ത സർക്കാരിൻ്റെ അധികാരമാണ്. ഈ തട്ടിപ്പ് ജനങ്ങൾ മനസ്സിലാക്കണം. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് കൊണ്ട് വിശ്വാസ്യത തകർന്ന സർക്കാർ അവതരിപ്പിച്ച ബജറ്റ് ജനം വിശ്വസിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. 10 കൊല്ലം ചെയ്യാതിരുന്ന ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. 10 വർഷം പൂർണ്ണമായി പരാജയപ്പെട്ട മേഖലകളിൽ മാറ്റമുണ്ടാകുമെന്നുള്ള അവകാശവാദമാണ്. ഇവർക്ക് നന്നായിട്ടറിയാം അധികാരത്തിൽ തിരിച്ചുവരിക സാധ്യമല്ല എന്ന്. 2024 ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്നത്. സമയത്ത് ശമ്പള കമ്മീഷൻ വയ്ക്കുകയോ അവർക്ക് പ്രവർത്തിക്കാനുള്ള സമയം കൊടുക്കുകയോ ചെയ്തില്ല. അവസാനം പോകുന്ന പോക്കിൽ ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്. ആരാണ് ഇനി കമ്മീഷന്റെ ശുപാർശകൾ നടപ്പാക്കേണ്ടത്? അടുത്ത സർക്കാർ. അവരുടെ ചുമതലയാണ് അത്. DA കുടിശ്ശിക വലിയ തുകയാണ്. അതും അടുത്ത സർക്കാരിൻ്റെ തലയിലേക്ക് ബുദ്ധിപൂർവ്വം കെട്ടിവച്ചിരിക്കുകയാണെന്നും സതീശൻ ആരോപിച്ചു. അനാവശ്യമായ രാഷ്ട്രീയം കലർത്തി യഥാർത്ഥത്തിൽ ഈ ബജറ്റിൻ്റെ പവിത്രത തന്നെ നഷ്ടപ്പെടുത്തി. ബജറ്റിനെ രാഷ്ട്രീയ രേഖയാക്കി മാറ്റി തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള പ്രഖ്യാപനമാണ് ഇത്. ഇതിന് യാതൊരു വിശ്വാസ്യതയുമില്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കഴിഞ്ഞ 5 മാസമായി ട്രഷറി നിയന്ത്രണം നിലനിൽക്കുകയാണ്. 10 ലക്ഷം രൂപയിൽ കൂടുതൽ മാറാൻ കഴിയാത്തൊരു ഖജനാവ് വെച്ചുകൊണ്ടാണ് ഈ ഗീർവാണ പ്രസംഗം ധനമന്ത്രി നടത്തിയത് എന്നത് പ്രതിപക്ഷത്തെ അത്ഭുതപ്പെടുത്തുന്നു. ന്യൂ നോർമൽ എന്നൊരു വാക്ക് ബജറ്റ് പ്രസംഗവേളയിൽ ധനമന്ത്രി പറഞ്ഞു. ശരിയാണ്, ഇപ്പോഴത്തെ ന്യൂ നോർമലായി മാറിയിരിക്കുന്നത് എന്താണ്? തോന്നിയ പോലെ ബജറ്റിൽ പ്രഖ്യാപിക്കുക, അത് നടപ്പാക്കാതിരിക്കുക, പ്ലാൻ സൈസ് കട്ട് ചെയ്യുക, പ്ലാൻ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക. അതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ന്യൂ നോർമൽ. കേരളത്തിലെ ധനകാര്യ വ്യവസ്ഥിതിയുടെ വിശ്വാസ്യത മുഴുവൻ തകർത്തുകൊണ്ടാണ് ഈ 5 കൊല്ലം മുൻപോട്ട് പോയത്. പരിതാപകരമായ ഒരു അന്ത്യമാണ് കേരളത്തിലുണ്ടായതെന്ന് വ്യക്തമാണ്, സതീശൻ പറഞ്ഞു. ക്ഷേമ പെൻഷൻ ആരംഭിച്ചത് CPM സർക്കാരല്ല. വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും ആരംഭിക്കുന്നത് R. ശങ്കർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണെന്നും സതീശൻ പറഞ്ഞു. ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. ഇതിനിടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ബാലഗോപാൽ രംഗത്ത് വന്നു. കേരളത്തിൽ ധനസ്ഥിതിയുടെ കാര്യത്തിൽ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പണം ലഭിക്കാനുണ്ടെന്നും ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും മുന്നോട്ടു പോകാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്നതിൽ സന്തോഷമുണ്ട്.
അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ അതിൻ്റെ മെച്ചം അടുത്ത ഘട്ടങ്ങളിലായി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ശുഭപ്രതീക്ഷയാണ് ഉള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഇത് തെരഞ്ഞെടുപ്പ് ലാക്കാക്കിയുള്ള ബഡ്ജറ്റല്ല, എന്നാൽ ക്ഷേമകാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് അവരുടെ വരുമാനം ഉറപ്പാക്കുന്നതിന് ഇടപെടൽ നടത്തേണ്ടതുണ്ട്. ആ തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. ആശാവർക്കർമാരുടെയും അംഗനവാടി ജീവനക്കാരുടെയും ഉൾപ്പെടെയുള്ള അലവൻസിലെ പരിഷ്കരണം ചെയ്യുക എന്നത് ഉത്തരവാദിത്തമാണ്. 12 വർഷമായി കേന്ദ്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന തുക വർദ്ധിപ്പിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ കാലോചിതമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും ധനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.